വെൽക്കം ടു ഗീതാ നായർസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ ഉപ്പുമാവാണ്. എന്നാൽ തുടങ്ങാം. ആദ്യം നമ്മൾ റവയാണെങ്കിൽ വറുത്ത റവ, റോസ്റ്റഡ് റവ എന്നൊക്കെ പറഞ്ഞ് വരും. പക്ഷേ അത് നമ്മൾ രണ്ടാമത് റോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് നമ്മളുണ്ടാക്കുന്ന സാധനം ശരിയാവത്തില്ല. അതുകൊണ്ട് ഒരു ശകലം ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് ഞാനിതൊന്ന് വറക്കാൻ പോവുകയാണ്. ശകലം വറുത്താൽ മതി. റവയുടെ കളർ മാറരുത്. ലോ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. വേണ്ട, ഞാൻ ഈ ഒരു പാത്രത്തിനാണ് റവ എടുത്തേക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ഇതിന് 2 പാത്രം വെള്ളമേ ഒഴിക്കാവുള്ളൂ. റോസ്റ്റ് ചെയ്യാം. ഇത് ഒരുപാട് അങ്ങ് റോസ്റ്റ് ആവണ്ട. കളർ ഒട്ടും മാറരുത്. റവയുടെ കളർ അതേപോലെ തന്നെ ഇരിക്കണം, ഒട്ടും മാറരുത്. ചെറുതായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ റവ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കുകയാണ്. ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണേലും. ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ചൂടാകട്ടെ. നമുക്കിനി ഇതിനകത്തിലിടേണ്ട കപ്പലണ്ടി ആദ്യം തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. കപ്പലണ്ടിയുടെ കളറ് മാറരുത്, ഒരു ക്രഞ്ചി ആയിരിക്കണം ഇത്. ഒരു 2 മിനിറ്റ് തന്നെ വേണ്ട, 1 മിനിറ്റ് മതി. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുക. ഇനി കശുവണ്ടി പരിപ്പാണ്. അത് പെട്ടെന്ന് റോസ്റ്റ് ആകുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടാഞ്ഞത്. അത് ചെറുതായിട്ട് ഒരുപാട് കളറൊന്നും വരേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് ഇട്ടിട്ട് മാറ്റണം. ഇത് ഈ കശുവണ്ടി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ മാറ്റാം. ഞാൻ ആദ്യം ഈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇത് റവ ഇട്ടിരുന്നു. ആ പാത്രം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് എണ്ണ ഒഴിക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ റവ കിടന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്തിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇടണം. കാൽ ടീസ്പൂൺ കടുക്, ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇടണം ഇതിൽ. ഇനി ഇടേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതാണ് ഇടേണ്ടത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ യെല്ലോ കളറാകട്ടെ പരിപ്പിന്. ഇനി ഇടേണ്ട ഇഞ്ചി കൊത്തിയരിഞ്ഞ് വെച്ചതാണ്, അതിടാം. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഒരു മുളക്,
ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്ക് ഇടേണ്ട കറിവേപ്പില ഒന്ന് ഞെരടിടണം. ഈ ചെറിയ ഉള്ളി ഞാൻ സവാള കൊത്തിയരിഞ്ഞ് വെച്ചതാണ്, അതാണ് ഇടുന്നത്. ഇതിനൊന്നും കളർ മാറേണ്ട കാര്യമില്ല. 2 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ഇതിട്ടണം. വെജിറ്റബിൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഇടാം. പക്ഷേ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാരറ്റ്, പിന്നെ ഫ്രഞ്ച് ബീൻസ്, കപ്സിക്കം ഇതൊക്കെയാണ്. ഇനി നമുക്ക് ക്യാരറ്റ് ഇടാം. ഇത് ഒരു ചെറിയ 2 ക്യാരറ്റ് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ക്യാരറ്റ് ഒരുപാട് വേവണ്ട, പകുതി വേവ് ആയാൽ മതി. ഇനി നമുക്ക് ബീൻസ് ഇടാം. ബീൻസ് ഒരു 8 ബീൻസ് അരിഞ്ഞതാണ് ഞാനത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ, വെജിറ്റബിൾ കഴിക്കാത്ത കൊച്ചുങ്ങളാണെങ്കിൽ ഇതിനകത്തിലിട്ട് അതുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചോളും നല്ലപോലെ. പിള്ളേരെ വെജിറ്റബിൾ തീറ്റിക്കാൻ നല്ലൊരു മാർഗ്ഗമായത്. ഇനി ഇടാൻ പോകുന്നത് ഒരു കപ്സിക്കത്തിൻ്റെ 1/4 ചെറുതായിട്ട് അരിഞ്ഞാണ് ഇടുന്നത്. കപ്സിക്കം ഒരുപാട് വേവരുത്, ഒരിക്കലും വേവരുത്. ഒരു നല്ലപോലെ നമ്മൾ കഴിക്കുമ്പോൾ ശകലം വായിൽ ഇങ്ങനെ പച്ച കടിക്കണം, അതേ പരുവത്തിലായിരിക്കണം. നമ്മൾ ഇനി എത്ര റവ എടുത്തെന്ന് വെച്ചാൽ അതേ പാത്രത്തിന് 2 പാത്രം വെള്ളമേ ഒഴിക്കാവുള്ളൂ. ഇതിൽ 2 പാത്രം വെള്ളം. ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വാട്ടർ എത്ര ഇതിനകത്ത് യൂസ് ചെയ്യണമെന്നുള്ള കാര്യം. ഇതൊന്ന് തിളക്കട്ടിനി. ഇനി നമുക്ക് ഇടേണ്ടത് ഇതിനകത്തിൽ ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പിടാൻ. നമ്മൾ വെജിറ്റബിൾ നല്ലപോലെ വെന്തിട്ടുണ്ട്, വെന്തിട്ടില്ല, പകുതി വേവായിട്ടുണ്ട്, അങ്ങനെ ആകാവുള്ളത്. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന റവയാണ് ഇടേണ്ടത്. അത് കുറേശ്ശെയായിട്ട് ഇടണം, ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് റവ ഒരു യെല്ലോ കളറായിട്ട് തോന്നുന്നുണ്ട്, അത് പക്ഷേ പിന്നെ നെയ്യുടെ കളറാണ്, അല്ലാതെ റവ ഒരുപാട് റോസ്റ്റ് ആയതൊന്നുമല്ല. റവ ഇങ്ങനെ വറുത്ത് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ സൗകര്യത്തിന് നമുക്ക് ഉടനെ തന്നെ ഒരു പിന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തുണ്ടാക്കാം. ഇത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഇതിനകത്ത് വെജിറ്റബിൾ നല്ലപോലെ ഇട്ടിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കപ്പലണ്ടിയും കശുവണ്ടി പരിപ്പ് ഇടണം, അതിടുകയാണ്. ഫ്രണ്ട്സ്,
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുന്നതിന് വേണ്ടി ആ ബെൽ ഐക്കണിലൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. വേണ്ട, ഇത് കുഴഞ്ഞിരിക്കുമല്ല, നോക്കിക്കേ ഇത്ര നല്ല പോലെ ഇരിക്കുന്നതെന്ന്. ഈ വെള്ളത്തിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ റവ നല്ലപോലെ വറക്കാതിരുന്നിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെ കുഴഞ്ഞു വരുന്നത്. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ കുഴഞ്ഞ് ചമ്മന്തി പരുവാക്കി കൊണ്ടുവരുന്നത്? അങ്ങനല്ല ഇരിക്കേണ്ട ഉപ്പുമാവ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റവ റോസ്റ്റ് ചെയ്തതാണെങ്കിലും ഒന്നുകൂടി റോസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, വെള്ളം റവ എടുക്കുന്ന പാത്രത്തിൻ്റെ ഡബിൾ ഒഴിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റവ ഇടുമ്പോൾ കുറേശ്ശെയായിട്ടിട്ട് കട്ട കെട്ടാതെ ഇളക്കണം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.